20ാമത്തെ ചോദ്യം. If p of x equal to x square minus 7x plus 12, what is p of 3? Write a first degree factor of p of x minus p of 3. Find the solutions of p of x minus p of 3 equal to 0. p of x equal to x square minus 7x plus 12 ആണ്. p of 3 എത്രയാണ്? p of x minus p of 3യുടെ ഒരു ഒന്നാം കൃതി ഘടകം എഴുതുക. p of x minus p of 3 equal to 0 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കാണുക. ഇവിടെ നമുക്കൊരു പോളിനോമിയൽ അഥവാ ഒരു ബഹുപദം തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ഇതാണ് പോളിനോമിയൽ. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് പി ഓഫ് 3? പി ഓഫ് 3 കണ്ടുപിടിക്കുക. ഇവിടെ പി ഓഫ് എക്സിന്റെ സ്ഥാനത്താണ് പി ഓഫ് 3 എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം 3 ഇട്ട് കൊടുക്കണം. എക്സ് സ്ക്വയർ എന്തായി? 3 സ്ക്വയർ മൈനസ് 7x എന്തായി? 7 ഇൻറ്റു 3 പ്ലസ് 12. ഇനി 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 7 ഇൻറ്റു 3 എത്രയാണ്? 21 ആണ്. പ്ലസ് 12 ഈക്വൽ ടു 9 പ്ലസ് 12 എത്രയാണ്? 21 ആണ്. 21ൽ നിന്നും 21 പോയാൽ 0. നമുക്ക് എന്ത് കിട്ടി? 9 മൈനസ് 21 പ്ലസ് 12 0 ആണെന്ന് കിട്ടി. അതായത് പി ഓഫ് 3 0 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3യുടെ ഒരു ഒന്നാം കൃതി ബഹുപദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ പോളിനോമിയൽസ് എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ആണെങ്കിൽ ഇത് 0 ആയി കഴിഞ്ഞാൽ ഈ പോളിനോമിയലിന് രണ്ട് സൊല്യൂഷൻസ് അഥവാ രണ്ട് പരിഹാരങ്ങൾ ഉണ്ടാവും. നമുക്ക് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി എന്നെടുക്കാം. ഇത് ഈ പോളിനോമിയലിന്റെ പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പി ഓഫ് എ 0 ആയിരിക്കും, അതുപോലെ പി ഓഫ് ബിയും 0 ആയിരിക്കും. അതായത് ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എയോ ബിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ രണ്ടാം കൃതി ബഹുപദം എന്നത് 0 ആയിരിക്കും. ഇനി ഈ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി എന്ന ഈ രണ്ട് സൊല്യൂഷൻസിനെ എങ്ങനെയാണ് ബഹുപദങ്ങളാക്കി എഴുതുക? ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് എ ആണെങ്കിൽ നമ്മൾ എക്സ് മൈനസ് എ ആണ് ഒരു ബഹുപദം. ഇനി എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് മൈനസ് ബി ആണ് രണ്ടാമത്തെ ഒന്നാം കൃതി ബഹുപദം. ഇനി ഇതിനെ പ്രൊഡക്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അതായത് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 എന്നത് എന്താണ്? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 എന്ന രണ്ടാം കൃതി ബഹുപദത്തിന്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ, ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 എന്താണ്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ഇവിടെ എന്താ? 0 അല്ലേ? അതുകൊണ്ട് പി ഓഫ് എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് തന്നെ വന്നു. ഇവിടെ പി ഓഫ് എക്സ് എന്താ നമുക്ക് തന്നിട്ടുള്ളത്? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ പോളിനോമിയലിന്റെ തന്നെ ഒരു ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് പി ഓഫ് 3 0 ആണെന്ന് കിട്ടിയില്ലേ? നമ്മൾ പറഞ്ഞു പി ഓഫ് എ 0 ആണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ് ഈക്വൽ ടു എ എന്നത് ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ ആണ്. എക്സ് ഈക്വൽ ടു എ ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ എന്നത് ഈ പോളിനോമിയലിന്റെ ഒരു ഒന്നാം കൃതി ബഹുപദമാണെന്ന് എഴുതിക്കൂടെ? അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു പി ഓഫ് 3 എന്താണ്? 0 ആണ്. അതായത് എക്സ് ഈക്വൽ ടു 3 എന്നത് ഈ പോളിനോമിയലിന്റെ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 എന്ന ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സ് ഈക്വൽ ടു 3നെ എങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12ന്റെ ഒരു ഫാക്ടർ ആക്കി എഴുതുക? ഇവിടെ എക്സ് ഈക്വൽ ടു പ്ലസ് 3 അല്ലേ? അതുകൊണ്ട് നമ്മൾ ഫാക്ടർ ആക്കി എങ്ങനെ എഴുതും? അഥവാ ഘടകമാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുക? എക്സ് മൈനസ് 3. അപ്പൊ നമുക്ക് എന്ത് പറയാം? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 എന്നത് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ആണ്. ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് 3. ഇനി മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ഈക്വൽ ടു 0. ഇവിടെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 അല്ലേ? ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പരിഹാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു പ്ലസ് 3 ആണെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ, നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദത്തിന് രണ്ട് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക, എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി. അതിൽ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി എന്ന് രണ്ട് പരിഹാരങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്കിതിനെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതാം.
ഇതിലെ ഒരു ഒന്നാം കൃതി ബഹുപദം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? x-3 അല്ലേ? അപ്പൊ നമുക്ക് എന്റെ സ്ഥാനത്ത് x-3 എന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ബിന്റെ വാല്യൂ ആണ്. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിലെ നമുക്ക് ഗുണിക്കാം. x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇനി x ഇൻറ്റു മൈനസ് ബി എന്ത് വരും? -bx. -3 ഇൻറ്റു എക്സ് എന്ത് വരും? -3x. -3 ഇൻറ്റു -b എന്ത് വരും? മൈനസും മൈനസും പ്ലസ് ആവും. 3 ഇൻറ്റു ബി 3b എന്ന് എഴുതാം. ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് -x ഉണ്ട്. അപ്പൊ നമുക്ക് ആ -xനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? ഇവിടെ ഒരു b ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ b + 3 + 3b. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇവിടെ എക്സ് സ്ക്വയർ -7x + 12ന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ - b + 3x + 12ന്റെ സ്ഥാനത്ത് 3b. ഇങ്ങനെയാണ് കിട്ടിയത്. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയറും തുല്യമാണ്, അതുപോലെ 7x-ഉം അതുപോലെ b + 3x-ഉം തുല്യമാണ്, 12ഉം 3bയും തുല്യമാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ബി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 3b = 12 എന്ന് എഴുതിക്കൂടെ? അതായത് b എന്നത് 12 ഹരിക്കണം 3 എത്ര വരും? 4. അപ്പൊ നമുക്ക് a എന്നത് 3 ആണെന്ന് നമ്മൾ എഴുതി. b എന്നത് നമുക്ക് എത്രയാ കിട്ടിയത്? 4. അതായത് x² - 7x + 12ന്റെ രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് x = 3ഉം രണ്ടാമത്തത് x = 4ഉമാണ്. 21ാമത്തെ ചോദ്യം. A tent in the shape of a square pyramid has length of the base edge 12 meters and height 8 meters. Find the slant height. What is the cost of the canvas to make the tent as a rate of 340 rupees per square meter? ലോഹം കൊണ്ടുണ്ടാക്കിയ കട്ടിയായ സമചതുര സ്തൂപികാകൃതിയായ ഒരു കൂടാരത്തിന്റെ പാദവക്കിന്റെ നീളം 12 മീറ്റർ ആണ്, ഉയരം 8 മീറ്റർ ആണ്. കൂടാരത്തിന്റെ ചെരിവുയരം കണക്കാക്കുക. കൂടാരം നിർമ്മിക്കുന്നതിനാവശ്യമായ ക്യാൻവാസിന് ചതുരശ്ര മീറ്ററിന് 340 രൂപ നിരക്കിൽ എന്ത് ചെലവ് വരും? അതായത് ഇവിടെ ഒരു സ്ക്വയർ പിരമിഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു സ്ക്വയർ പിരമിഡ് വരയ്ക്കാം. ഇതാണ് സ്ക്വയർ പിരമിഡ് ആയിട്ടുള്ളതിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി സ്ക്വയർ പിരമിഡ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയായിരിക്കും? അതായത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമായിരിക്കും. അതിന്റെ 4 വശത്തേക്കും 4 സമപാർശ്വ ത്രികോണം അതായത് ഐസോസിലസ് ട്രയാങ്കിൾസ് ഉണ്ടാവും. അതായത് 2 ആംഗിൾസും 2 സൈഡുകളും തുല്യമായ 4 ട്രയാങ്കിൾസ് അഥവാ 4 ത്രികോണങ്ങൾ. ഇതാണ് ഒരു സ്ക്വയർ പിരമിഡ്. ഇനി തന്നിട്ടുള്ളത് എന്താണ്? ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് അഥവാ പാദവക്ക് 12 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ പാദവക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഈ ബേസിലുള്ള സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയറിന്റെ സൈഡുകളെയാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. അത് എത്രയാ? 12 മീറ്റർ. ഈ 4 സൈഡ് അപ്പോൾ എന്താണ്? 12 മീറ്റർ. അപ്പൊ നമുക്ക് അത് എഴുതാം. ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് അഥവാ പാദവക്കിനെ നമ്മൾ സ്മോൾ ലെറ്റർ a കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് എത്രയാണ്? 12 മീറ്റർ ആണ്. ഇനി എന്താണ് തന്നിട്ടുള്ളത്? ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് അഥവാ ഉയരം തന്നിട്ടുണ്ട്. ഇതാണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റിനെ സ്മോൾ ലെറ്റർ h കൊണ്ടാണ് സൂചിപ്പിക്കുക. ഹൈറ്റ് 8 മീറ്റർ. ഇനി ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ലാന്റ് ഹൈറ്റിനെ സ്മോൾ ലെറ്റർ l കൊണ്ടാണ് സൂചിപ്പിക്കുക. എന്താണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്? അതായത് ഇതാണ് ഒരു സ്ക്വയർ പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡിന്റെ ഈ ലൈനുകളെയാണ് നമ്മൾ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഈ ലൈൻ എവിടെയാണ് വരുന്നത്? ഈ ലൈനുകളെയാണ് സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരം എന്ന് പറയുന്നത്. ഇനി ബേസ് എഡ്ജും ഹൈറ്റും ഉപയോഗിച്ച് നമുക്ക് സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം. സോളിഡ്സ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. a/2 ഹോൾ സ്ക്വയർ പ്ലസ് h² ഈക്വൽ ടു l². a/2 എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്നത് ബേസ് എഡ്ജിന്റെ പകുതിയുടെ സ്ക്വയർ പ്ലസ് h² എന്ന് പറയുന്നത് ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റിന്റെ സ്ക്വയർ, l² എന്ന് പറയുന്നത് സ്ലാന്റ് ഹൈറ്റിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ l²നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? l ഈക്വൽ ടു √a/2 ഹോൾ സ്ക്വയർ പ്ലസ് h² ഈക്വൽ ടു
a/2 എന്ന് പറഞ്ഞാൽ ഇവിടെ a 12 ആണ്. 12ന്റെ പകുതി 6² പ്ലസ് h² എന്ന് പറഞ്ഞാൽ 8² ഈക്വൽ ടു റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 ആണ്, 8ന്റെ സ്ക്വയർ 64 ആണ്. 36 64 കൂട്ടിയാൽ എന്ത് വരും? റൂട്ട് 100. 100ന്റെ റൂട്ട് എത്രയാ? 10 മീറ്റർ. അതായത് ഈ സ്ക്വയർ പിരമിഡിന്റെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എത്രയാണ് വന്നത്? 10 മീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ടു മേക്ക് ദ ടെന്റ് അറ്റ് എ റേറ്റ് ഓഫ് 340 rupees പെർ സ്ക്വയർ മീറ്റർ. അതായത് നമ്മൾ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാനായിട്ട് ക്യാൻവാസ് വാങ്ങുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ക്യാൻവാസിന്റെ കോസ്റ്റ് അഥവാ എത്ര പൈസയാവും ക്യാൻവാസിന് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്യാൻവാസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അതെന്തോ ആവാം, തുണിയോ അല്ലെങ്കിൽ ഷീറ്റോ അങ്ങനെ എന്തോ ഒന്ന്, അതിന്റെ സ്ക്വയർ മീറ്ററിനുള്ള പൈസ എന്ന് പറയുന്നത് 340 രൂപയാണെന്നും തന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമുക്ക് ഈ സ്ക്വയർ പിരമിഡിന്റെ ഇതേ രൂപത്തിലുള്ള ഒരു ടെന്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? അവിടെ ഈ ബേസ് വേണം, അതിനുശേഷം 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കണം. അങ്ങനെയല്ലേ നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് അഥവാ ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. ഈ സ്ക്വയർ പിരമിഡിന്റെ ആകെയുള്ള പരപ്പളവ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ടോട്ടൽ സർഫേസ് ഏരിയ നമുക്കൊരു മീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്. അതിനെ 340 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാൻവാസിന്റെ കോസ്റ്റ് അഥവാ പൈസ എത്രയാണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സർഫേസ് ഏരിയ. ഈ ടോട്ടൽ സർഫേസ് ഏരിയ അഥവാ ആകെയുള്ള പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഈ 4 ട്രയാങ്കിൾസും അഥവാ 4 ത്രികോണങ്ങൾക്കും അതുപോലെ ഈ അടിയിലെ ഈ ബേസിലുള്ള ഈ സ്ക്വയറിനും വേണ്ടിയിട്ടുള്ള സർഫേസ് ഏരിയയാണ് നമ്മൾ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ സർഫേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2al പ്ലസ് a². ഇവിടെ a എന്നത് ബേസ് എഡ്ജ് ആണ്, l എന്നത് സ്ലാന്റ് ഹൈറ്റ് ആണ്, ഈക്വൽ ടു 2 ഇൻറ്റു a എന്താ? 12 ഇൻറ്റു l എത്രയാണ്? 10 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. a² എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ. ഇവിടെ ഈ 2al എന്നത് ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയയാണ് അഥവാ പരപ്പളവാണ്. ഇനി ഈ സ്ക്വയറിന്റെ പരപ്പളവാണ് a² എന്ന് പറയുന്നത്, അതായത് 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി 2 ഇൻറ്റു 12 24 ആണ്. 24 ഇൻറ്റു 10 എന്ത് വരും? 240 പ്ലസ് 12ന്റെ സ്ക്വയർ എത്രയാ? 144 എന്ത് വരും? 384 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാൻവാസ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പെർ സ്ക്വയർ മീറ്റർ ക്യാൻവാസിന് എത്ര രൂപയാണ്? 340 രൂപയാണ്. അപ്പോൾ 384 മീറ്റർ സ്ക്വയറിന് എത്ര വരും? കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ഈക്വൽ ടു 384 ആണ് നമുക്ക് ആവശ്യം. ഒരു മീറ്റർ സ്ക്വയറിന് 340 രൂപയാണ്. അപ്പൊ 384 ഇൻറ്റു 340 എത്ര വരും? ഗുണിച്ചു നോക്കാം. 384 ഇൻറ്റു 340. 0 ഇൻറ്റു 4 0, 0 ഇൻറ്റു 8 0, 0 ഇൻറ്റു 3 0. ഇനി 4 ഇൻറ്റു 4 എന്ത് വന്നു? 16. 4 ഇൻറ്റു 8 എത്രയാണ്? 32. 32ൽ നിന്ന് 1 കൂട്ടിയാൽ 33. 4 ഇൻറ്റു 3 എത്രയാണ്? 12 ആണ്. 12ലൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 15. ഇനി 3 ഇൻറ്റു 4 എത്രയാണ്? 12. 3 ഇൻറ്റു 8 എത്രയാണ്? 24. 24ലൂടെ 1 കൂട്ടിയാൽ 25. 3 ഇൻറ്റു 3 എത്രയാണ്? 9 ആണ്. 9 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 11. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം. 0 ഇറക്കി എഴുതി. 0 പ്ലസ് 6 6 ആണ്. 3ഉം 2ഉം 5 ആണ്. 5ഉം 5ഉം 10 ആണ്. 1 പ്ലസ് 1 പ്ലസ് 1 3 ആണ്. 1 ഇറക്കി എഴുതുന്നു. അപ്പൊ എന്ത് വന്നു? 1,30,560 രൂപയാണ് ക്യാൻവാസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് 22ാമത്തെ ചോദ്യം. 6th term of an arithmetic sequence is 27 and 16th term is 67. Find its first term, write its algebraic form, find the sum of first 31 terms of this sequence. ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 27ഉം 16ാം പദം 67ഉമാണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. ഈ ശ്രേണിയുടെ ആദ്യ പദം കാണുക. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക കാണുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യം തന്നെ 6th ടേം, ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 6ാം പദം 27 ആണ്. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 16th ടേം അഥവാ 16ാം പദം 67 ആണ്.
ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസ് അഥവാ രണ്ട് പദങ്ങളും അവയുടെ പൊസിഷൻസും തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടേം ഡിഫറൻസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 67 മൈനസ് 27. ഇനി 67ന്റെ പൊസിഷൻ 16 ആണ്, 27ന്റെ പൊസിഷൻ 6 ആണ്. 67ൽ നിന്നും 27 പോയാൽ എത്രയാ? 40 ആണ്. 16ൽ നിന്നും 6 പോയാൽ 10 ആണ്. 40 ഹരിക്കണം 10 4 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4 ആണ്. ഇനി രണ്ടാമതായിട്ട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം, അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യ പദം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കാം. നമുക്ക് 6th ടേം എടുക്കാം. 6th ടേം ഈക്വൽ ടു 27. ഇനി nth ടേം കാണാനായിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടേമോ കോമൺ ഡിഫറൻസോ അല്ലെങ്കിൽ രണ്ടും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഇക്വേഷൻ ആണ്. ഇനി ഒരു ചോദ്യത്തിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഈ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് മാത്രമാണ് തന്നിട്ടുള്ളത്, ഫസ്റ്റ് ടേം തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഫ് പ്ലസ് എൻ മൈനസ് 1 ഡി എന്ന് എഴുതിക്കൂടെ 6th ടേമിനെ? ഈക്വൽ ടു 27. ഇനി എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അതേപോലെ എഴുതുന്നു. എൻ മൈനസ് 1 എന്ന് പറയുന്നത് ഇവിടെ ആറാമത്തെ പദമാണ്. 6ൽ നിന്ന് 1 പോയാൽ 5 ഇൻറ്റു ഡി എത്രയാണ്? 4 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 27. എഫ് പ്ലസ് 5 ഇൻറ്റു 4 എത്രയാ? 20 ഈക്വൽ ടു 27. അപ്പോൾ എഫ് ഈക്വൽ ടു 27. ഈ പ്ലസ് 20 ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് 20. 27ൽ നിന്നും 20 പോയാൽ 7. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 7 ആണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ആൾജിബ്രായിക് ഫോം, അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ്. ആൾജിബ്രായിക് ഫോം കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഈ ആൾജിബ്രായിക് ഫോം കാണാനും നമ്മൾ nth ടേമിന്റെ സെയിം ഇക്വേഷൻസ് തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? ഇപ്പോൾ നമുക്ക് ഡിയും എഫും അറിയാം, അതായത് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമിന്റെയും വാല്യൂസ് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചത്. ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചും എന്ത് ചെയ്യാം? ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. പക്ഷെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഡി എന്താ? 4n പ്ലസ് എഫ് എന്താണ്? 7 മൈനസ് ഡി എന്താണ്? 4 ഈക്വൽ ടു 4n പ്ലസ് 7ൽ നിന്ന് 4 പോയാൽ 3. ഇങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ മറ്റേ ഇക്വേഷൻ വെച്ച് കൂടി ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാം. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ എഫ് എത്രയാണ്? 7 ആണ്. പ്ലസ് എൻ മൈനസ് 1 അതുപോലെ തന്നെ എഴുതുന്നു. ഇൻറ്റു ഡി എത്രയാ? 4. 7 പ്ലസ് ഇനി 4നെ ഉള്ളിലേക്ക് ഗുണിക്കണം. 4 ഇൻറ്റു എൻ എന്ത് വന്നു? 4n. 4 ഇൻറ്റു മൈനസ് 1 എന്ത് വന്നു? -4. ഇനി 7ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 3 പ്ലസ് 4n. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 4n പ്ലസ് 3 എന്ന് എഴുതാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. ഇനി നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അതായത് ആദ്യത്തെ 31 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ n എന്ന് പറയുന്നത് എത്രാമത്തെ പദം വരെയുള്ള സം ആണോ കണ്ടുപിടിക്കേണ്ടത്, അതാണ് n. f എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. d എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. n/2 എന്ത് വരും? 31/2 ഇൻറ്റു 2f എന്ന് പറയുന്നത് 2 ഇൻറ്റു 7 എത്രയാ? 14 പ്ലസ് n മൈനസ് 1 എന്ന് പറയുന്നത് 31ൽ നിന്നും 1 പോയാൽ 30 ഇൻറ്റു ഡി എന്താണ്? കോമൺ ഡിഫറൻസ് 4 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 31/2 ഇൻറ്റു 30 ഇൻറ്റു 4 എത്രയാണ്? 120 അല്ലേ? 120ന്റെ കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 134. ഇനി 134 ഹരിക്കണം 2, അതായത് 134ന്റെ പകുതി എത്രയാണ്? 31 ഇൻറ്റു 67.
31 × 67 ഗുണിച്ചു കഴിഞ്ഞാൽ 2077 എന്ന് കിട്ടും. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക എത്രയാണ്? 2077 ആണ്. അടുത്തത് 23ാമത്തെ ചോദ്യം. In the figure, a circle is drawn with origin as the center. A is a point on the circle. Angle AOB equal to 60 degree. OB equal to 2 units. Write the coordinates of A. What is the radius of the circle? Write the equation of the circle. Write the coordinates of the point C on the circle. ചിത്രത്തിൽ ആധാരബിന്ദു കേന്ദ്രമാക്കി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. എ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. കോൺ AOB 60 ഡിഗ്രിയാണ്. OB 2 യൂണിറ്റ്. എയുടെ സൂചക സംഖ്യകൾ എഴുതുക. വൃത്തത്തിന്റെ ആരം എത്രയാണ്? വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. വൃത്തത്തിലെ സി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? എക്സ് ആൻഡ് വൈ ആക്സിസുകൾ ഉണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇനി ഇതാണ് ഒറിജിൻ. ഇതിൽ എക്സും വൈയും കോർഡിനേറ്റുകൾ 0 ആയിരിക്കും. ഇനി ഈ പോയിന്റിനെ നമുക്ക് O എന്ന് സൂചിപ്പിക്കാം. O എന്ന പോയിന്റിൽ നിന്നും 2 യൂണിറ്റ് കഴിഞ്ഞാണ് B എന്ന പോയിന്റ്. അതായത് ഈ പോയിന്റ് ആണ് B. ഇനി മറ്റൊരു പോയിന്റ് ആണ് A. ഈ പോയിന്റ് ആണ് A. OAB എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ. എന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? എ എന്ന് എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ആദ്യം എഴുതേണ്ടത് എന്താണ്? എ എന്ന ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റിന്റെ അതേ സമാനമായ രീതിയിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? 2-ലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ എന്ന പോയിന്റും എക്സ് ആക്സിസിൽ 2-ലാണ്. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്ന പോയിന്റ് വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ എവിടെയാണ്? അതായത് വൈ ആക്സിസിൽ ഈ പോയിന്റിലാണ് എ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഓയിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം. അതായത് ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ അതും. അപ്പൊ നമുക്ക് ഈ ബിയിൽ നിന്ന് എയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ആ ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് എയുടെ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ABO എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. OBA ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്നും 90 ഡിഗ്രിയും 60 ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ ബാക്കി 30 ഡിഗ്രി. അതായത് ആംഗിൾ ട്രയാങ്കിൾ AOBയുടെ ആംഗിൾസുകൾ ഏതൊക്കെയാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. OB എത്രയാണ്? 2 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന റേഷ്യോയിൽ വന്നു കഴിഞ്ഞാൽ ആ മട്ട ത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:3:2 ആയിരിക്കും. ഇനി ഇവിടെ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 30 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടിയായിരിക്കും. ഇനി 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അതിന്റെ കൂടെ √3 ഗുണിച്ചതായിരിക്കും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് OB. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും? നമുക്കറിയാം 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിനോട് √3 ഗുണിച്ചതാണ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ 2ന്റെ കൂടെ √3 ഗുണിച്ചപ്പോൾ എന്ത് വന്നു? 2√3. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഇരട്ടിയാണ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. ഇവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 അല്ലേ? അപ്പൊ 2ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 4. അതായത് നമുക്ക് എല്ലാ സൈഡുകളും കിട്ടിയില്ലേ? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2√3 ആണെന്ന് കിട്ടി, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4 ആണെന്ന് കിട്ടി. അതായത് ബി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 2√3 ആണ്. O മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 4 ആണ്. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടിയില്ലേ? 2√3 ആണ്. അതായത് ഈ പോയിന്റ് 2√3 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് എയുടെ y കോർഡിനേറ്റ് അഥവാ y സൂചക സംഖ്യ എന്താണെന്ന് എഴുതാം? 2√3 എന്ന് എഴുതാം.
അതായത് എയുടെ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണ് 2,2 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അതായത് ഇവിടെ എ എന്ന പോയിന്റിലൂടെ ഒരു സർക്കിൾ പോകുന്നുണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒ എന്ന സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. ഇവിടെ ഒ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. ഒ എ എന്നതിന്റെ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണെന്ന് നമ്മൾ മുൻപേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാണ്, 4 യൂണിറ്റ് ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ അഥവാ ഈ വൃത്തത്തിന്റെ സമവാക്യം എഴുതാനാണ്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇക്വേഷൻ ഓഫ് സർക്കിൾ x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇവിടെ എ ബി എന്നത് ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ആക്സിസിലെ ഒറിജിനിലാണ് നിൽക്കുന്നത്. അതായത് കോർഡിനേറ്റ്സ് ഏതാണ് സെന്ററിന്റെ? 0, 0 ആണ്. എ 0 ആണ്, ബിയും 0 ആണ്. ഇനി ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, 4 യൂണിറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിന് പകരം 0 സ്ക്വയർ. ഇനി y മൈനസ് ബിക്ക് പകരം 0, y മൈനസ് 0 ഹോൾ സ്ക്വയർ. ആർ സ്ക്വയറിന് പകരം 4ന്റെ സ്ക്വയർ 16. ഇനി എക്സ് മൈനസ് 0 എന്ത് വന്നു? എക്സ് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് y മൈനസ് 0 എന്ത് വന്നു? y സ്ക്വയർ ഈക്വൽ ടു 16. അതായത് ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 16. നാലാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് സി ഓൺ ദ സർക്കിൾ. ഈ സർക്കിളിന്റെ എതിർവശത്തേക്കായിട്ട്, അതായത് ഒ എന്ന ലൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒ സി എന്നൊരു ലൈൻ വന്നിട്ടുണ്ട്. ആ സിയുടെ കോർഡിനേറ്റ് ആണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സി എന്ന് എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്, വൈ ആക്സിസിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങോട്ടാണ് സി വരുന്നത്. സി എന്ന പോയിന്റ് നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അതായത് ഒയിൽ നിന്ന് എയിലേക്കുള്ള സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഒയിൽ നിന്ന് സിയിലേക്കും. എത്ര? 4. ഇനി സി എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. എക്സ് ആക്സിസിൽ ഈ പോയിന്റിന് സമാനമായിട്ടാണ് നമ്മുടെ സി പോയിന്റ് നിൽക്കുന്നത്. അതായത് ഒറിജിനിൽ നിന്നും ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ എന്ന പോയിന്റിന്റെ സെയിം സ്ഥാനത്ത് തന്നെയാണ് സി നിൽക്കുന്നത്. ഇവിടെ എ എന്ന പോയിന്റ് ഒറിജിനിൽ നിന്നും 2 യൂണിറ്റ് വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സി എന്ന പോയിന്റും ഒറിജിനിൽ നിന്നും 2 യൂണിറ്റ് വിട്ടിട്ടായിരിക്കില്ലേ? അപ്പോൾ ഇത് 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ -1 ആണ്, രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ -2. അതായത് എക്സ് ആക്സിസിൽ സി എന്ന പോയിന്റ് -2ലാണ്. ഇനി നമുക്ക് സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഇവിടെ എ എന്ന പോയിന്റ് വൈ ആക്സിസിൽ ഒറിജിനിൽ നിന്നും 2√3 കഴിഞ്ഞാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് സി എന്ന പോയിന്റ് ഒറിജിനിൽ നിന്നും 2√3 അകലത്തിലാണ് വൈ ആക്സിസിൽ നിൽക്കുന്നത്. ഇവിടെ എന്ത് വരും? ഇത് വൈ ആക്സിസിന്റെ എതിർ വശമായതുകൊണ്ട് ഇവിടെ -2√3 ആയിരിക്കും. ഇവിടെ +2√3 ആണ്, ഈ സൈഡ് -2√3 ആയിരിക്കും. അപ്പൊ സിന്റെ വൈ കോർഡിനേറ്റ് എന്ത് വരും? -2√3. അപ്പൊ സിന്റെ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണ്? -2, -2√3 ആണ്.